ടീച്ചർ തന്നെ ജയിക്കും. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലോട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഐബിയുടെ ഇവിടെ ജയിക്കുള്ളൂ. അപ്പൊ എറണാകുളം മണ്ഡലത്തില് ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. LDF-ന്റെ ഷൈൻ ടീച്ചറും അതുപോലെ തന്നെ UDF-ന്റെ ഹൈബീഡനും പിന്നെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഇവരിൽ ആര് ജയിക്കുന്നില്ലാണ് ചോദിച്ചത്. ഇവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു രീതിയിലാണ് ഇവിടെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥം ജയിക്കാൻ സാധ്യത ഉണ്ട്. ഉണ്ടായത് നരേന്ദ്രമോദി ഇവിടെ വികസന പദ്ധതികള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പേരില് ഇവിടെ ജയിക്കാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പൊ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നില്ലാണ്. ടീച്ചർ നല്ല സ്ഥാനാർത്ഥിയാണ്. ടീച്ചർ തന്നെ ജയിക്കും. ടീച്ചർ ജയിക്കും. ഇത്തവണ ഷൈൻ ടീച്ചർ തന്നെ ജയിക്കും. ടീച്ചറിന്റെ പ്രവൃത്തി നല്ലതാണ്. അതുകൊണ്ട് ടീച്ചർ തന്നെ ജയിക്കുകയും ചെയ്യും. എറണാകുളം മണ്ഡലത്തിൽ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ ഷൈൻ ടീച്ചറും അതുപോലെ തന്നെ ഹൈബീഡനും. ഇതിൽ ആര് ജയിക്കുന്നില്ല. ഹൈബീഡിന്റെ വിജയം സുനിശ്ചിതമാണ്. എറണാകുളം മണ്ഡലം അങ്ങനെ പറയാം, ഉറപ്പാണ്. ഹൈബീഡ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ജയിക്കുന്നുണ്ട്. BJP-യുടെ സാധ്യത എങ്ങനെ ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ആർക്ക് ഒരു മുൻതൂക്കം ഉണ്ടാവും എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലോട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എന്നാ ഒരു ഭരിക്കാനുള്ള സീറ്റ് BJP-ക്ക് കിട്ടിയ കേരളത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല. എന്നാലും ഒരുപാട് പേര് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും BJP-യിലോട്ട് പോകുന്നുണ്ട്. അതായത് BJP-ക്ക് ഇത്തവണ ഒരു മുൻതൂക്കം കിട്ടും. ഇത്തവണ BJP-ക്ക് ഒരു മുൻതൂക്കം പറ്റില്ല, ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു മുൻതൂക്കം ഉണ്ട്. എന്നാൽ 2 സീറ്റ് BJP കിട്ടാൻ ചാൻസ് ഉണ്ട്. എവിടെ എറണാകുളം വിടൂല. ഒന്ന് വടക്കൻ സൈഡിൽ ഏതെങ്കിലും ഒരെണ്ണം തിരുവനന്തപുരം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടല്. തിരുവനന്തപുരം ഒന്നല്ലേ കാസർഗോഡ് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു വടക്കൻ സൈഡിൽ രണ്ട് സീറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഇക്കൊല്ലം ഉള്ളതിൽ കൂടുതൽ മുൻതൂക്കം BJP കിട്ടി. അപ്പൊ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്താ BJP കേരളത്തിൽ അധികാരത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടോ? കേരളത്തിൽ ഇന്ത്യ BJP ഭരിക്കണം തന്നെ നമ്മുടെ തീരുമാനം. ഇന്ത്യ ഭരിക്കണമെങ്കിൽ BJP തന്നെ ഭരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. അപ്പൊ എറണാകുളം മണ്ഡലത്തില് ആര് ജയിക്കും എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഒപ്പത്തിനൊപ്പമാണ് ഇവിടെ. അപ്പൊ ആരും ജയിക്കണമെന്നും വഴിയുണ്ട്. ശക്തമായ മത്സരമായിരിക്കും. ശക്തമായ മത്സരമായിരിക്കും. ചിലപ്പോ ഹൈബി ജയിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഞാൻ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഹൈബി നമ്മുടെ MP ആയതുകൊണ്ട് ചിലപ്പോ ജയിക്കാനും വഴിയുണ്ട്. ഇവിടെ BJP-യുടെ സാന്നിധ്യം ഉണ്ടോ? ഇവിടെ BJP പിണറായിയുടെ ഒരു നല്ലൊരു ഇമേജ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ടീച്ചർ ജയിക്കണമെന്ന് ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. അപ്പൊ ഷൈൻ ടീച്ചർ ജയിക്കണമെന്ന് പ്രാർത്ഥനയുണ്ട്. പക്ഷെ ജയിക്കണയാണ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. മണ്ഡലത്തിൽ ആര് ജയിക്കുന്നില്ലാണ്. ഇവിടെ ഹൈബീഡിനെ ജയിക്കുള്ളൂ കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു കാരണവശാലും മറ്റൊരാളും ജയിക്കില്ല. ഇവിടെ അങ്ങനെയാണ്, കുത്തകയാണ്. കോൺഗ്രസിന്റെ ഈടൻ മുതൽ കയറി വന്നേക്കണ അവരല്ലേ. ഭരണപക്ഷത്തിന്റെ ഒരു ആരോപണമുണ്ട്. അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇവിടെ ഹൈബീഡിനെ ജയിക്കത്തുള്ളൂ. അത് കോൺഗ്രസ് ആയാലും ശരി BJP ആയാലും ശരി ഹൈബീഡിനെ ഇവിടെ ജയിക്കുള്ളൂ. ഉറപ്പാണ്. ഒരു സംശയമില്ലാതെ പറയാം. ആര് ജയിക്കാനാണ് സാധ്യത? സുനിശ്ചിതമായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ ജയിക്കുമെന്നാണ്. ഇവിടുത്തെ MP-യുടെ പ്രവർത്തനം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പരാജയമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ 10 വർഷമായി ഹൈബീഡിന് ഇവിടെ MP ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ കേരളത്തിൽ നമ്മുടെ ഈ എറണാകുളം മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസനം എടുത്തു പ്രയത്തേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ 2 ഇടതുപക്ഷ സർക്കാരും കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്റേതാണ് എന്നുള്ള തന്റെ നേട്ടമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളെ എളുപ്പരാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഹൈബീഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ തന്നെ അത് ഇവിടെ കോൺഗ്രസ് കൈപ്പറ്റിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ എത്തുമ്പോൾ താമരയാകും എന്നുള്ള ധാരണ ഇവിടെ ആളുകൾക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ മതനിരപേക്ഷ കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വോട്ട് നൽകണമെന്നുള്ള ബോധ്യം കേരളത്തിലെമ്പാടും ആഞ്ഞടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു തരംഗം നമ്മുടെ ഈ എറണാകുളം മണ്ഡലത്തിൽ എങ്ങും കാണാൻ സാധിക്കും. ഒരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കും. ഷൈൻ ടീച്ചർ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.